ഹലോ ഗൈസ്, NH47 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഞാനുള്ളത് കൊല്ലം കുടുക്കത്തുപറയിലാണ്. നമ്മളെ കൊല്ലം ജില്ലയുടെ തന്നെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സ്പോട്ടായ കുടുക്കത്തുപറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ എൻട്രി ചെയ്ത് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടറാണ്. അത് നമ്മളെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി തന്നെ നമുക്കത് കാണാൻ സാധിക്കും. നമുക്ക് ടിക്കറ്റ് വണ്ടി ഉൾപ്പെടെ നമുക്ക് ഏകദേശം 180 രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് നമുക്ക് ഈടാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കുടുക്കത്ത് പറയുന്ന ആ സ്റ്റെപ്പൊക്കെ തുടങ്ങുന്ന അവിടം വരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ താഴെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് നമുക്ക് നേരത്തെ വാർണിംഗ് തന്നിരുന്നു അവിടുത്തെ ഓഫീസർമാർ. അത് പ്രകാരം നമുക്ക് നമ്മളെല്ലാവരും വന്നത് പെജോറയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വന്നാലും കുഴപ്പമില്ലാത്ത വണ്ടി ആയതുകൊണ്ട് നമ്മൾ ആ വണ്ടിയിൽ തന്നെ ഈ ഒരു കുടുക്കത്തുപാറ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ വണ്ടിയിലാണ് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് നടന്നു പോകേണ്ട ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൈസ്, നോർമലി ഡ്രൈവ് വേണം. ഡ്രൈവ് ഇടുന്നുണ്ട്, ഇട്ട് വണ്ടി നടന്നാൻ കയറിക്കോളൂ. ഇനി ലോഡും കൂടുതലാ വണ്ടി അതെടുത്തോളൂ. ഒരു 60+ ഇല്ലേ? ഈ വഴിയെക്കാട്ടിയും കുറച്ചും കൂടെ പാടായിട്ട്, അതായത് കുറച്ചും കൂടെ പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ് നമുക്ക് കയറി വരുന്ന വഴിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞ വണ്ടികൾ വരുന്നവർ തീർച്ചയായിട്ടും അവിടെ ഇട്ടിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫായിട്ടുള്ളത്. നമ്മളും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈ മണ്ണ് ഒലിച്ച് പോയിട്ട് കല്ലുകൾ മാത്രമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അത് നേരത്തെ അവർ വാർണിംഗ് തന്നിരുന്നു. പിന്നെ ഈ വണ്ടിയാണ് വലിയ പ്രശ്നം, കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുത്തിട്ട് വന്നത്. പക്ഷേ ബൈക്കുകാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അത് ബൈക്കുകാർക്കൊന്നും വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്കൊക്കെ പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല, സ്മൂത്തായിട്ട് കയറി പോകും. നമുക്ക് ആ ഒരു റോഡിൽ കൂടെ തന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താനായിട്ട്. അപ്പം നമുക്ക് അതിന് താഴെ വണ്ടി പാർക്ക് ചെയ്തൊരു സ്റ്റെപ്പാണ് നമുക്ക് മുകളിലോട്ടുള്ളത്. അത് അവരുടെ ഏറ്റവും ടോപ്പ് വരെ നമുക്ക് വണ്ടി പോകത്തില്ല. നമുക്ക് അതിൻ്റെ തന്നെ ഏറ്റവും സ്റ്റെയർ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നടന്നു കയറാനേ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് അവിടെ പോകാനായിട്ട് വളരെ സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചാൽ പറ്റില്ല, ഇങ്ങനെയുള്ള റോഡുകളാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആ ഒരു റോഡെന്ന് പറയുന്നത് നമുക്ക് ഈ വെയിലെന്ന് പറയുന്ന കാര്യം ഒട്ടും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നല്ല രീതിയിൽ കാർമേഘം മൂടിക്കെട്ടിയാണെന്നുള്ളൊരു ഫീലായിരുന്നു. രാവിലെ തന്നെ നമുക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 9:30-10 മണിയായി അവിടെ എത്തിയെങ്കിലും ആരും അങ്ങനെ ആക്റ്റീവായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല. നമ്മളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ താഴെ ഒരു കടയൊക്കെ കാണാനായിട്ട് സാധിക്കും, അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉള്ളത്. ഈ ഒരു സ്റ്റെയറിൽ നിന്ന് നമുക്ക് നടന്നാണ് നമുക്ക് മുകളിലോട്ട് കയറേണ്ടതുള്ളത്. അപ്പം ഇവിടെയുള്ള വാച്ച്മാനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അദ്ദേഹം വരുന്നതിന് വേണ്ടി ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കി നമ്മളങ്ങോട്ട് ട്രക്ക് ചെയ്ത് കയറാനുള്ള ഒരു സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പം ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കുക. അതായത് കുട്ടികളായിട്ട് വരുന്ന തീർച്ചയായിട്ടും അവർക്കുള്ള സ്നാക്സോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എടുക്കുക. കാര്യം മുകളിലോട്ട് ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വെള്ളമൊക്കെ വാങ്ങിക്കാനുള്ള ചെറിയൊരു ഷോപ്പാണ് ഇവിടെ താഴെയുള്ളത്. ഇതിന് ശേഷം നമുക്ക് ഏകദേശം നല്ലൊരു ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പതുക്കെ അങ്ങോട്ട് അതിൻ്റെ മുകളിലോട്ട് കയറുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. ഞങ്ങളെല്ലാം പതുക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ബോറടിപ്പിക്കാതെ നമുക്ക് എന്തൊക്കെയാണ് മുകളിലോട്ട് പോകുമ്പോൾ കാണാനുള്ള വിശേഷങ്ങളാണ് നമുക്ക് പതുക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് മുകളിലോട്ട് ഇനി എത്ര കയറാനുണ്ട്, മുകളിൽ എന്താണ് വ്യൂ എന്നുള്ളത് നമുക്കൊന്ന് എന്തെന്ന് ചോദിച്ചാൽ ആളാ
ഏ അങ്ങോട്ട് നോക്കി നിങ്ങൾ അവിടെ നിന്ന് എടുക്കാം. അല്ല ആ പാറ കയറി ഇരുന്നിട്ടാണോ ചോദിക്കുന്നത് പൊട്ടി വീഴും? ആള് നല്ല കമന്റൊക്കെ വീണു. ടാർസിന്നൊക്കെ സാറേ കയറുന്നു. അങ്ങനെ അതിസാഹസികമായി ഊഞ്ഞാലാട്ടം. നവംബർ കയറ് ഇതങ്ങനെ വിചാരിച്ച പോലെ അല്ലല്ലേ. നല്ല ഫോട്ടോ ഗേസ്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്ന കാര്യം വോയിസ് അത്ര അങ്ങോട്ട് ക്ലിയർ ആകാത്തത്. നല്ല രീതിയിൽ നമുക്ക് ഈ ബ്രീത്ത് ചെയ്തതിൻ്റെ ഒരു വോയിസ് നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് ഞാൻ രണ്ടാമത് വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാര്യം നമുക്ക് അത് ത്രൂ ഔട്ട് വീഡിയോയിൽ നമുക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നല്ല ബ്രീത്തിങ്ങിൻ്റെ ഒരു നോയ്സ് വരുന്നുണ്ട് വീഡിയോക്കകത്ത് ഫുള്ള്. അപ്പം അത് ഇതിൻ്റെയാണ് ഈ ഒരു നമുക്ക് തന്നെയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് 1 കിലോമീറ്ററോളം നമുക്ക് നടന്ന് കയറാനുള്ള സ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പം അതിൽ പ്രത്യേകിച്ച് വീഡിയോ നമുക്ക് കമൻട്രിയോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ പറയാനായിട്ട് ഒന്നും നമുക്ക് പറ്റത്തില്ല. കാര്യം അത്രയും സ്ട്രെയിൻ ചെയ്താണ് നമുക്ക് മുകളിലോട്ട് കയറുന്നത്. ഫാമിലികളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ പതുക്കെ ഏതായാലും റെസ്റ്റ് ചെയ്ത് എല്ലായിടത്തും അവർ റെസ്റ്റിംഗ് പോയിൻറ്റ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് സമാധാനത്തിൽ കയറിയാൽ മതി. അപ്പം നമ്മൾ വന്ന ഒരു ഊക്കിന് തന്നെ നമ്മൾ നേരെ കയറി പോവുകയാണ് ഗേസ്. അനാഥ് അയ്യോ, ഇവിടെ കൊടക്കനാരാന്ന് പറഞ്ഞാൽ മതി. ഗുണാക്കേവിന്റെ സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അത് സാധാ അട്ട. അതിലാണ്ട് വലിയ ആൾക്കാരൊന്നുമില്ല. അല്ലെങ്കിൽ സൈഡിലൊക്കെ ആൾക്കാരെ വരുന്നവർ മാക്സിമം ഇപ്പം നമുക്ക് രാവിലെ ഇറങ്ങാൻ നോക്കിയാൽ ഇപ്പോഴത്തെ ഓരോരുത്തരായിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ട്. പോട്ട് നടന്നാൽ വയ്ക്കോ. കറക്റ്റ് സ്പോട്ടിലാണ് അവർ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ചെയ്തിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളം കൂടി. അപ്പം ഫസ്റ്റ് മൈൽ സ്റ്റോൺ, അതായത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാനുള്ള എന്തോ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താണോ നോക്കിയിട്ട് വരാം. ചെറിയൊരു ഷെഡ് കണക്കൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് അറിയാൻ വയ്യ, നോക്കാം. എന്താ എന്താ വാച്ച് ടവറാ? മറ്റേ റിപ്പീറ്ററിൻ്റെ ഇതല്ലേ മേളല്ലേ? ആളുണ്ടാകത്തില്ലല്ലേ? ഇതെന്തത്? ചിലന്തി അല്ലേ? സ്പൈഡർ, കാട്ടു ചിലന്തി. വാ, അവിടെ എന്താ? ശ്വാസം കിട്ടുന്നില്ല. അടിപൊളി വ്യൂ. ഞങ്ങള് ബൈനോക്കുലറൊക്കെ ആയിട്ട് വന്നേക്ക്.
എന്ന് പറയുന്നത് അതായിട്ട് വരും, കർണാടക അത്, പിന്നെ കാസർഗോഡ് ആ സൈഡായിട്ട് വരും അല്ലേ, അങ്ങനല്ലേ? അവിടെ അല്ല, അപ്പുറത്തായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് കാസർഗോഡ് വരുന്നത് ഗൈസ്. അപ്പം ഇവരെ ആരെയും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞങ്ങളൊരു 5 പേരാണ് ടോട്ടൽ ഇപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആരെയും പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പറഞ്ഞത് സിബി കൊല്ലം. അപ്പോൾ സാറിൻ്റെ പേര്? രഞ്ജിത്ത് കൊല്ലം. കൊല്ലം ആശ്രാമം. ഐസക് കൊല്ലം. അപ്പോൾ എല്ലാവരും കൊല്ലക്കാരാണ്. അപ്പോൾ ചുമ്മാ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. കുടക്കത്ത് പറയാണ് ലൊക്കേഷൻ നിൽക്കുന്നത്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പതിയെ വീഡിയോയിലൂടെ കാണാം. ഗൈസ്, നമുക്ക് ഇത് നമ്മളെ കൊല്ലം തന്നെയാണ്. ഇവിടുന്ന് തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടക അങ്ങൊന്നും നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഇത് നമ്മൾ കുളത്തൂപ്പുഴ ആ ഒരു റേഞ്ചിലുള്ള നമുക്ക് മലനിരകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഗൈസ്. പിടിക്കുമല്ലേ അത് വിട്ടേ? എൻ്റെ ആക്ച്വൽ സ്ഥലത്തോട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു സൈഡാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ മുട്ടയും കഴിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇതിൻ്റെ ഡബിളെങ്കിലും പുറത്തേക്ക് വരും. ഐസക് സാർ എല്ലാത്തിനും രാവിലെ ഉറക്കം. അതാണ് ഐസക് സാറ് പണിയൊന്നും എല്ലാത്തിനും. ഞായറാഴ്ച നിനക്കൊക്കെ ഉറക്കം ഇല്ലടാ. ഇനി ഒരു ട്രിപ്പും കൂടെ ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല കേവാ. അതിങ്ങനെ ഉരുണ്ട് വീഴാറായിട്ട് നിൽക്കാനൊക്കെ ഇരിക്കുകയല്ലേ അത്? അല്ലേ, അത് ഉരുണ്ട് വീഴാറായിട്ട് നിൽക്കുന്ന സാധനം നിങ്ങൾക്ക് ഇതല്ലേ കറക്റ്റ് റൗണ്ട്? കയറി വാങ്ങോട്ട് നിൽക്കാതെ. ഈ സംസാരിക്കുന്നത് എന്താണെന്നറിയോ? റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിന്നങ്ങ്. ഹലോ, അത് കൊള്ളാം. ഹലോ. അങ്ങനെ 18-ാം പടി എല്ലാവരും ഇത് വയനാട്ടിൽ കൂടെ ഉണ്ട്. രാവിലെ കഴിച്ചെല്ലാം ദഹിക്കുകയും ചെയ്ത്. ടഫല്ലേ? കൂടും. വാ, കയറി വരുമ്പോൾ നമുക്ക് ഫോറസ്റ്റിനൊരു വാച്ച് ടവർ ഉണ്ട്. CP22 വന്നല്ലേ? അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഹാംസ് ആണ്. അപ്പം അവർ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് റിപ്പീറ്റേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാണ് ഏതൊക്കെ ഫ്രീക്വൻസി ഏതൊക്കെ റിപ്പീറ്റേഴ്സ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇങ്ങോട്ട് മാറിയിരുന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ബ്രാവോ വിസ്കി നവംബറും EQSും ബാക്കി ഈ ബ്രാവോ വിസ്കി കിലോയും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ചെക്ക് ചെയ്യാൻ നിന്നില്ല. നമ്മൾ നവംബറും കിലോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്തിരിക്കുന്നത്.
ഇനി ഒരു കുന്നുണ്ട്. ഇപ്പം പാറയുടെ പുറത്ത് MKM. ഞങ്ങള് ഇവിടെ EQS ഉണ്ട്, FLW ഉണ്ട്, BWK ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ ഷോർട്ട് വിസിറ്റിന് വേണ്ടി വന്നേ. ഓവർ ടു KMB BW. സിംപ്ലക്സിന് കോപ്പി ഇല്ല, മറ്റേ റിപ്പീറ്ററിനുള്ള കോപ്പിയേ ഉള്ളൂ. ഓവർ. റോജർ ഇവിടെ WX നല്ല ചൂടായി വരുന്നുണ്ട്. അന്നപ്പം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ല ഒരു 31 ഡിഗ്രി ചാർലി ഉണ്ട്. അതാണ് ഇവിടുത്തെ WX. കുടുക്കത്ത് പാറ 5-ലാണ്. ഓവർ ടു KMU BWS. ഇപ്പൊ പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങള് ഭാര്യങ്ങൊന്ന് അവിടെ ഇവിടെ എല്ലാം പോയതാ. അവിടെ എന്തോ ഹനുമാൻ പാറയാ എന്തൊക്കെ ഉണ്ടായിരുന്നു ഓൺ ചെയ്തിരിക്കുന്ന. ശരി, പിന്നീട് വീട്ടിൽ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഒരു 10-25 മിനിറ്റോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഈ വെയിൽ വരുന്നിടം വരെ നമ്മളിവിടെ നിന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഗൈസ്. കാര്യം വേറൊന്നും കൊണ്ടല്ല, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയ. വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഗൈസ് കുടുക്കത്ത് പാറ. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അവിടെ പകുതിയല്ലേ ഉള്ളൂ. അത് വേറെ ഏതോ വെച്ചിരുന്ന സാധനം, അത് വേറെ എവിടെയോ. അല്ല, അങ്ങോട്ട് സ്ഥലമൊന്നും കാണത്തില്ല. നോക്കി ഇറങ്ങണേ. കയറാനില്ല, നിവർത്തിയില്ല. ഇവിടെ വരെ ഉള്ളൂ. ഇത് വേറെ എവിടെ വെച്ചിരുന്ന പറയുടെ. ഇത് എങ്ങോട്ട് പോയി ഇവിടെ വന്ന ആള്? അതെന്താ ഉണ്ട് കയറാവോ? എപ്പം വരാമോ? ഇത് നോക്കെ, ഇതുണ്ടോ അവിടെ ആളിപ്പോണ്ടോ? അത് അപ്പുറത്തോടെ കയറി വരാൻ പറ്റുമോ? വേറെ വഴിയുണ്ടോ? അതേ വഴിയുണ്ടോ താഴെ പോകാനുള്ള? ആ, ഓക്കെ. ഞങ്ങൾ നിന്ന സ്ഥലത്തിന് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു മലയാണ് ഗൈസ്. ഇത് കണ്ടിട്ട് നമുക്ക് ഇല്ലിക്കൽ കല്ലൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഗൈസ്? അതിനോട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരാളെയും ഫോട്ടോ എടുക്കണം. അതായത് ഒരു ഫാമിലിക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഇവിടെ അകത്തുണ്ട് അല്ലേ? കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫുഡും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. അല്ല, അത്രയും കുറച്ചുകൂടെ വളർന്ന പിള്ളേരായിരിക്കണം. ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ആ റേഞ്ചൊക്കെ വരും. അങ്ങോട്ട് പോകാൻ അവിടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. വി ആർ വെയിറ്റിംഗ്. ഇനിയിപ്പോൾ ചെന്നിട്ട് മുക്കൂട്ടിടണോ വല്ല കാര്യം കുട്ടാൻ ചുക്കാതി ചാടി അങ്ങോട്ട് ഇറങ്ങണം മിസ്റ്റർ. ശിവന്റെ പാമ്പ്. ഈ കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ എൻ്റെ കുഴപ്പമില്ല. എഴുപത്തിരണ്ടോ? ആ, എനിക്ക് 78
ആ തെളിയോ മറിച്ച് ഒറ്റ തെളിന് മറിച്ചേക്കണം, ഒറ്റ തെളിന് മറിച്ചേക്കണം. അവിടെ വെയിറ്റ് വെട്ടം കയറി വന്നു സാറേ, അതാ ലൈറ്റ് ഭയങ്കരമായിട്ട് കൂടി. ഗൈസ് ഇത് നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് എടുത്ത കുറച്ച് പിക്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ വീഡിയോ ഒരുപാട് എടുക്കാനുള്ള ടൈമില്ലായിരുന്നു, കാര്യം നമ്മൾ പിന്നീട് ഇറങ്ങാനുള്ള ഒരു തിടുക്കമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മളെ കുടുക്കത്ത് പാറയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ഒരു ടീമിന് തീർച്ചയായിട്ടും ഒരു ഹാഫ് ഡേ എൻജോയ് ചെയ്യാനുള്ള ഒരു പിക്നിക് പോയിന്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ തിരഞ്ഞെടുക്കാം. ഞങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കാലിന് സുഖമില്ലാത്തവരും ഈ ഹാർട്ട് സംബന്ധമായ പ്രശ്നമുള്ളവരൊക്കെ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക. കാര്യം നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്ത് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്. അങ്ങനെയുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ താഴെ വന്നപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് കയറി പോകുമ്പോഴുള്ള ആ ഒരു ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് താഴെ വന്നപ്പോൾ അത് ഓപ്പൺ ആയി. അപ്പോൾ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നു. നമ്മളെ കയ്യിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തീർന്നു. ഇവിടെ ഒരു 5 ബോട്ടിൽ വെള്ളവും വാങ്ങി അവിടെ ഇരുന്ന് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തു. ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തതാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറിയത്. കാര്യം ഉടനടി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടിയിലോട്ട് കയറിയത്. അപ്പോൾ നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ട് യാത്രയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു ഞായറാഴ്ചത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. പെട്ടെന്ന് എല്ലാവരും കൂടെ തട്ടിക്കൂട്ടി സെറ്റപ്പ് ചെയ്ത ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതൊന്നും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. എല്ലാവരും ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ചൊന്ന് ഫാസ്റ്റായിട്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. അപ്പം എന്നാലും ലൊക്കേഷൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കും. ഇനിയും തീർച്ചയായിട്ടും പുതിയ ലൊക്കേഷനോട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.